ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാറോ. ഓക്കെ, ഇന്ന് നമ്മൾ അഗെയിൻ അടുത്ത രാശിക്കാരുടെ ചെയ്യാൻ പോവാണ്. രണ്ട് വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ചിങ്ങം, കന്നി, തുലാം ചെയ്തു കഴിഞ്ഞു. വൃശ്ചികം, ധനു, മകരം കഴിഞ്ഞു. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ കുംഭം, മീനം, മേടം രാശിക്കാർക്ക്. ഓക്കെ, അതിൽ നമുക്ക് കുംഭം രാശിയിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, ഇന്ന് നമുക്ക് കുംഭം രാശിക്കാർക്ക് അതിൽ നക്ഷത്രം അവിട്ടം പകുതി, ചതയം, പൂരോരുട്ടാതി, മുക്കാൽ. ഓക്കെ, കുംഭം രാശിയിൽ അവിട്ടം, ചതയം, പൂരോരുട്ടാതി നക്ഷത്രക്കാർക്ക് നമുക്ക് എന്തായിരിക്കും നിങ്ങളുടെ 2025 നോക്കാം. ആദ്യം ജനറൽ റീഡിങ് എടുക്കും, അത് കഴിഞ്ഞ് റിലേഷൻഷിപ്പിൻ്റെ കൂടെ എടുക്കും. ഓക്കെ, സോറി. അപ്പോൾ നമുക്ക് കുംഭം രാശിയിൽ നിങ്ങളുടെ ജനിച്ചതാണെങ്കിൽ, ഓക്കെ, നിങ്ങളുടെ അവിട്ടം, ചതയം, പൂരോരുട്ടാതി ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് കാണാം. ഓക്കെ, ലെറ്റ്സ് സീ നിങ്ങളുടെ 2025 എങ്ങനെ ഉണ്ടാവും നോക്കാം. ജനറൽ റീഡിങ് ആദ്യം. 7 ഓഫ് കപ്സ് കാണുന്നുണ്ട്, 3 ഓഫ് സോർഡ്സ്, 2 ഓഫ് സോർഡ്സ്, Knight of Wands, Ace of Cups, Queen of Pentacles. ഓക്കെ, ഇവിടെ ആദ്യം തന്നെ കുംഭം രാശിക്കാർക്ക് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് അവസരങ്ങൾ വരും. ഓക്കെ, നിങ്ങൾക്ക് പല കാര്യത്തിലും അത് പലതരത്തിലായിരിക്കാം. ചിലപ്പോൾ ജോലി അങ്ങനത്തെ കാര്യങ്ങളിൽ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുമ്പിൽ വരും, അവസരങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരും. ഓക്കെ, പക്ഷെ അതിൽ നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് ഏതാണ് കറക്റ്റായിട്ടുള്ളത്, ഏതാണ് നിങ്ങൾ സൂക്ഷിക്കേണ്ടത്. ചിലത് നിങ്ങളെ ഒന്ന് എന്താ പറയുക, ചിലത് നിങ്ങളുടെ മുമ്പിൽ നല്ല അവസരമായിട്ട് തോന്നും, പക്ഷെ നിങ്ങൾ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. ഓക്കെ, അത് നിങ്ങളുടെ ഒരു എന്താ പറയുക, നിങ്ങളെ ഒരു ടെസ്റ്റിംഗ് ടൈം ആയിരിക്കും. ചില കാര്യങ്ങൾ നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്യും. കാരണം ചിലത് നമ്മൾ പറയില്ലേ, കാണുമ്പോൾ നമുക്ക് എല്ലാം വളരെ നല്ല ഈസി ആയിട്ട് കിട്ടുന്നു എന്നൊക്കെ ചിലപ്പോൾ തോന്നാം. അങ്ങനത്തെ അവസരങ്ങളൊക്കെ ഒന്ന് സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യുക. നിങ്ങളുടെ മുമ്പിൽ പക്ഷേ അവസരങ്ങൾ വരും നിങ്ങൾക്ക്. ഓക്കെ, ഇതുവരെ നിങ്ങൾക്ക് നമ്മൾ പറയില്ലേ ജോലിക്കായിട്ട് അവസരങ്ങൾ വന്നില്ല എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അത് വരും എന്നുള്ള തരത്തിലാണ്. ഇവിടെ കുറച്ചൊരു ഹാർട്ട് ബ്രേക്കിൻ്റെ ഒരു കാര്യമാണ് എനിക്ക് കാണുന്നത്. ഇമോഷണൽ സമയം കാണുന്നുണ്ട്. അത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ചില വേദനകൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ട് പറയാം. ഇമോഷണൽ പെയിൻ ആണ്. അപ്പോൾ അത് ചിലപ്പോൾ ബന്ധങ്ങളിൽ ഉള്ള എന്തെങ്കിലും കാര്യങ്ങൾ, ബന്ധങ്ങളിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ കിട്ടാതെ പോയ ചില ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചുള്ള വിഷമങ്ങളും ആയിരിക്കാം, അങ്ങനെയും പറയാം. എന്തെങ്കിലും ചെറിയ വേദനകളും വിഷമങ്ങളും വരുന്നതായിട്ട് കാണുന്നുണ്ട്. അഗെയിൻ ഒരു ചോയ്സിൻ്റെ കാര്യം വീണ്ടും കാണുന്നുണ്ട്. ഇതും ചോയ്സ് തന്നെയാണ്, ഇതും ചോയ്സ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ തീരുമാനം എടുക്കുക. ഓക്കെ, എന്താണ് റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്താണ് വേണ്ടത് എന്നുള്ള ചില തീരുമാനങ്ങൾ എടുക്കുന്ന സമയങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. ആക്ച്വലി ഇതിൽ തന്നെ ചിലപ്പോൾ നിങ്ങൾ ഈ ഓപ്പർച്യൂണിറ്റിയിൽ ചിലത് നിങ്ങൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ, എന്താ പറയുക, വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം എന്നിട്ട് അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു, വിട്ടുപോയി എന്ന രീതിയിൽ ചില വിഷമങ്ങൾ വന്നേക്കാം. എന്തായാലും ഈ അവസരങ്ങളെ കുറിച്ചാണ് എനിക്ക് കാണുന്നത്, ചോയ്സസിനെ കുറിച്ചാണ് ഇവിടെ കൂടുതലും കാണുന്നത്. നിങ്ങൾ ഐ തിങ്ക് നെക്സ്റ്റ് ഇയർ 2025 ഒരുപാട് നിങ്ങൾ ആ ഒരു കാര്യത്തിൽ കൺഫ്യൂഷൻസ് ചിലപ്പോൾ ഉണ്ടാവാം, എന്ത് വേണം എന്നുള്ള ചില തീരുമാനങ്ങൾ എടുക്കാനുള്ള ബുദ്ധിമുട്ട്. പക്ഷെ ഇവിടെ നൈറ്റ് ഓഫ് വാൻഡ്സ് ഉണ്ട്. സോ നല്ലൊരു ഓപ്പർച്യൂണിറ്റി, നല്ലൊരു കാര്യമാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ എന്തും മറികടക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് ഐഡിയാസ് ഉണ്ടാവും. ആ ഐഡിയാസ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇതിൽ എന്ത് വന്നാലും, ഐ തിങ്ക് വിഷമങ്ങൾ ഉണ്ടെങ്കിലും ഐ തിങ്ക് അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് വരും എന്ന രീതിക്കും എനിക്ക് കാണുന്നുണ്ട്. ആൻഡ് ഇവിടെ ഇൻസ്പയർഡ് ആക്ഷൻ, യെസ്. ഓക്കെ, ചിലത് നമ്മൾ പറയില്ലേ, നിങ്ങൾ എന്തെങ്കിലും അവസരങ്ങൾ എടുക്കാൻ ചിലപ്പോൾ പെട്ടെന്ന് ആക്ഷൻ എടുക്കേണ്ടി വരും. അത് നിങ്ങളെ ഐ തിങ്ക് നല്ലോണം ആലോചിച്ച് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. ഇവിടെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി, വേറൊരു കാര്യം കൂടി കാണുന്നുണ്ട്. നിങ്ങൾക്ക് ബ്ലെസ്സിങ് ആയിട്ട് എന്തോ വരുന്നത് കാണുന്നുണ്ട്. ചിലർക്ക് പുതിയ തുടക്കങ്ങൾ എന്ന രീതിക്ക് കാണാം. ഓക്കെ, ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് നല്ല തുടക്കങ്ങൾ, അതായത് ചിലപ്പോൾ റിലേഷൻഷിപ്സിൻ്റെ കാര്യമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ജോലി, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. ഇതിപ്പോൾ നമ്മൾ 7 കപ്പാണ് ഇവിടെ പറഞ്ഞത് അല്ലേ, 7 കപ്പാണ്, ഇതിൽ 1 കപ്പാണ്. ഓക്കെ, സോ ഐ തിങ്ക് നിങ്ങൾ ഒരു ഇടയിലൊരു ഫേസ് മേ ബി നിങ്ങൾ ഈ ഒരു കൺഫ്യൂഷനിൽ പെട്ടേക്കാം, എന്താണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. പക്ഷെ അതിൽ നിന്ന് ഐ തിങ്ക് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വരും. ഓക്കെ, നിങ്ങൾക്ക് വളരെ നന്നായി അതിൽ നിങ്ങൾക്ക് നല്ലൊരു ഗ്രോത്തും എനിക്ക് കാണുന്നുണ്ട്, അബണ്ടൻസും കാണുന്നുണ്ട്. ചിലവർക്ക് കരിയറിൻ്റെ കാര്യമാണിത്. ഓക്കെ, നിങ്ങളുടെ ജോലി അങ്ങനത്തെ കാര്യങ്ങളിൽ നിങ്ങൾ വളരെ പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ തീരുമാനങ്ങളെടുത്ത് ഐ തിങ്ക് നിങ്ങൾക്കൊരു ജോലിയിലൊക്കെ പ്രവേശിക്കാൻ പറ്റാനും നിങ്ങളുടെ ജോലിയിൽ അഭിവൃദ്ധിക്കും നിങ്ങൾക്ക് വളരെയധികം സാധ്യതയുണ്ട് ഇവിടെ. ഐ തിങ്ക് ആദ്യത്തെ കുറച്ച് സമയം ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാം. ഓക്കെ,
ഓക്കെ, ഞാനിതൊരു 6 കാർഡാണ് വെച്ചിരിക്കുന്നത്. അപ്പം എൻ്റെ മനസ്സിൽ എന്തായിരുന്നു എന്ന് വെച്ചാൽ, നമ്മൾ 12 മാസമാണ്, പക്ഷെ ഞാൻ അതിനൊരു 6 കാർഡിലേക്ക് ഡിവൈഡ് ചെയ്ത് എടുത്തു. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ആദ്യത്തെ ഒരു 2-3 മാസം, അല്ലെങ്കിൽ ആദ്യത്തെ ഒരു 3-4 മാസത്തെ ഒരു കാര്യമായിട്ട് നമുക്ക് കണക്കാക്കാം. അത് കഴിയുമ്പോൾ ബെറ്ററിലേക്ക് നിങ്ങൾ വരും എന്ന രീതിക്കും എടുക്കാം. ഓക്കെ, ഞാനത് അങ്ങനെ ഒരു റെപ്രസെൻറ്റേഷൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. കുറച്ച് കാർഡ്സ് കൂടി. ഓക്കെ, ക്ലാരിഫിക്കേഷൻ. ഓക്കെ, അഗെയിൻ കോമ്പറ്റീഷൻ ഫേസ് ചെയ്യേണ്ടി വരുമെന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ മുമ്പിൽ ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ, അവസരങ്ങൾ വരുമ്പോൾ കോമ്പറ്റീഷനും ഉണ്ടാവും. ഓക്കെ, ആ അവസരങ്ങൾക്ക് വേണ്ടി മറ്റു പലരും കോമ്പറ്റീഷൻ ഉണ്ടാവും നിങ്ങൾക്ക്. ഓക്കെ, അത് മാത്രമല്ല, ഐ തിങ്ക് ചില കോൺഫ്ലിക്റ്റ് കാണുന്നുണ്ട് വീട്ടിലൊക്കെ. ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും വേണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, മറ്റുള്ളവർ ചിലപ്പോൾ തടസ്സം ഇട്ടേക്കാം. ഓക്കെ, ചില പ്രശ്നങ്ങൾ വന്നേക്കാം. പക്ഷെ അവിടെ ഐ തിങ്ക് നിങ്ങളൊന്ന് ഉറച്ച തീരുമാനം നിങ്ങളുടെ ഭാഗത്തു നിന്ന് വേണം. ആൻഡ് എന്തെങ്കിലും ഒന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൽ ഉറച്ച് നിൽക്കാം. ഓക്കെ, അവനവനെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുക. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിൽ ഉറച്ച് നിൽക്കുക. നിങ്ങളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഉറച്ച് തന്നെ നിൽക്കുക. ഞാനിവിടെ സൺ കാർഡാണ്. സോ വളരെ പോസിറ്റീവായിട്ടുള്ള ഫ്യൂച്ചറിലേക്കാണ് പോകുന്നത്. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി മനസ്സിലാവും. ഐ തിങ്ക് നിങ്ങളുടെ ഉള്ളിൽ ക്ലാരിറ്റി കിട്ടും. നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള ക്ലാരിറ്റി ഐ തിങ്ക് നിങ്ങൾക്ക് വരും. അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാനും പറ്റും. ആ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ സന്തോഷം വരികയും ചെയ്യും. ഐ തിങ്ക് കുറച്ചൊരു ചിലപ്പോൾ ജോലിയുടെ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് ആയിരിക്കാം ഇത്. ഈവൻ റിലേഷൻഷിപ്സിലായാലും ശരി, ഓപ്പർച്യൂണിറ്റീസ് വരും. അതിൽ നിന്ന് പക്ഷെ എന്താണ് ബെസ്റ്റ് എന്നുള്ളത്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ റോങ് ചോയ്സ് എടുത്തേക്കാം. ഓക്കെ, എനിക്ക് അതുകൂടി പറയാൻ തോന്നുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വരുന്ന അവസരം ചിലത് റോങ് ചോയ്സസ് ഉണ്ടാവും. ഓക്കെ, ആ റോങ് ചോയ്സ് എടുത്താലും പക്ഷെ നിങ്ങൾ ടെൻഷനൊന്നും അടിക്കേണ്ട. കാരണം എപ്പോഴും നമ്മളെ യൂണിവേഴ്സ് നമ്മളെ കറക്റ്റായിട്ടുള്ള വഴിയിലേക്ക് നമ്മൾ എത്തിക്കും. ഓക്കെ, കാരണം നമ്മൾ ചില ലെസൺ പഠിക്കാനുണ്ടാവും അവിടെ, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും റോങ് ചോയ്സ് എടുത്താൽ തന്നെ തെറ്റിപ്പോയി ചിലപ്പോൾ മേ ബി നിങ്ങൾ ആദ്യം എടുക്കുന്ന ഒരു ചോയ്സ് ചിലപ്പോൾ ഒന്ന് തെറ്റായി പോയേക്കാം. പക്ഷെ അതിൽ നിങ്ങൾ മറികടന്ന് നിങ്ങൾക്ക് നെക്സ്റ്റ് ഇയർ എൻഡ് ആകുമ്പോഴേക്കൊക്കെ, എൻഡ് എന്ന് പറയുന്നില്ല, ഓക്കെ, ഒരു പകുതി കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, ഐ തിങ്ക് കുറച്ച് ക്ലാരിറ്റി കിട്ടും നിങ്ങൾക്ക്. ഓക്കെ, ഇനി ഞാൻ സൂക്ഷിക്കണം എന്നല്ലേ. ഓക്കെ, ഓക്കെ, നമ്മുടെ ബന്ധങ്ങളുടെ കാര്യത്തിൽ നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്സ്, നിങ്ങളുടെ ലൈഫിലുള്ള ബന്ധങ്ങൾ, അതിപ്പോൾ റൊമാൻറ്റിക് റിലേഷൻഷിപ്സ് ആവാം, അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫ് ആവാം, അല്ലെങ്കിൽ വേറെ നിങ്ങളുടെ പാർട്ട്ണർ ആവാം, എന്ത് തന്നെ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആരെങ്കിലും കുറിച്ചാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്സ് എങ്ങനെ ഉണ്ടാവും ഈ 2025? ഓക്കെ, 9 ഓഫ് സോർട്സ്, കിങ് ഓഫ് കോയിൻസ്, ഐ തിങ്ക് കുറേ പേർക്ക് വന്നിട്ടുണ്ട്. ഏസ് ഓഫ് സോർട്സ്, വെരി ഗുഡ്. 4 ഓഫ് സോർട്സ് ആൻഡ് 3 ഓഫ് കോയിൻസ്. നൈറ്റ് ഓഫ് കപ്സ്, ഡെത്ത് ആൻഡ് സെവൻ, അഗെയിൻ 7 ഓഫ് കപ്സ് ഉണ്ടോ നിങ്ങളുടെ മുമ്പിൽ? ഒരുപാട് ഐ തിങ്ക് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഐ തിങ്ക് നിങ്ങളാണ് ചോയ്സ് എടുക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്ത് വേണം എന്നുള്ളത്. അതിപ്പോൾ ഞാൻ പറഞ്ഞ ജോലി കരിയർ കാര്യത്തിലായാലും ശരി, ഇമോഷണൽ കാര്യങ്ങൾക്കായാലും ശരി, ഐ തിങ്ക് രണ്ടിലും നിങ്ങൾക്ക് ഒരേ കാർഡാണ് വന്നത്. നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരും. അപ്പോൾ അതിൽ നിങ്ങൾ മേ ബി ഒന്നിൽ കൂടുതൽ വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ വരുന്ന കാര്യമായിരിക്കാം. അല്ലെങ്കിൽ ഇവിടെ നൈറ്റ് ഓഫ് കപ്സും ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ തീരുമാനിക്കണം. അതായത് ലൈഫിൽ നിങ്ങൾ എന്തിന് പ്രയോറിറ്റി കൊടുക്കണം എന്നുള്ള ചില തീരുമാനങ്ങളുടെ കാര്യമായിരിക്കാം. ഓക്കെ, ഇവിടെ 9 ഓഫ് സോർട്സ് ആണ്. 9 ഓഫ് സോർട്സ് പറയുമ്പോൾ നമ്മൾ ഉറക്കമില്ലാതെ ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. സോ ഐ തിങ്ക് ഇത് നിങ്ങളുടെ മൈൻഡിലെ വറിയാണ്. ഓക്കെ, നിങ്ങൾ ഐ തിങ്ക് അനാവശ്യമായിട്ട് നിങ്ങളുടെ ഉള്ളിൽ പേടികളാണ്. എന്താവും എന്ന് ആലോചിച്ചിട്ട് നിങ്ങൾ, പക്ഷേ ഈ നെഗറ്റീവ് തിങ്കിങ് എന്താണെന്ന് വെച്ചാൽ, നെഗറ്റീവ് ആലോചിക്കുമ്പോൾ നമ്മളില്ലാത്ത കാര്യങ്ങൾ കൂടി കുറേ ചിന്തിച്ച് കൂട്ടി നമ്മൾ നെഗറ്റീവ് വരുത്തും. ഓക്കെ, അപ്പോൾ നിങ്ങളോട് പറയുന്ന ഓവർ തിങ്കിങ് നിർത്താം. ഓക്കെ, ഇവിടെ ഒരു പേഴ്സൻ്റെ കമ്മിറ്റ്മെൻ്റ് ആയിട്ട് എനിക്ക് കാണുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഒരു കമ്മിറ്റഡ് ആയ ഒരു റിലേഷൻഷിപ്പ് വരും. ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വ്യക്തി ചിലപ്പോൾ കമ്മിറ്റ്മെൻറ്റ് തരാൻ റെഡിയാവും. ഇല്ലാത്തവർക്ക് അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ലൈഫിൽ വേറെ പുതിയ വ്യക്തി വരുന്നതായിരിക്കാം. എന്തായാലും ബന്ധങ്ങളിൽ, ഈവൻ നിങ്ങൾ ഫാമിലി ഓൾറെഡി ഹസ്ബൻഡ് വൈഫ് അല്ലെങ്കിൽ ഫാമിലിയിലുള്ള കാര്യങ്ങൾ നമ്മൾ പറയുമ്പോഴും നിങ്ങൾ കുറെ കൂടി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്സിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. ഏസ് ഓഫ് സോർട്സ് ഉണ്ട്. അതിന് നിങ്ങൾ ടഫായിട്ട് ചില ആക്ഷൻസ് എടുക്കുന്നതായിട്ടും എനിക്ക് കാണുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, ഐ തിങ്ക് ഞാൻ നേരത്തെ നമ്മുടെ ഗൈഡൻസിലും പറഞ്ഞു, നിങ്ങൾ ടഫായിട്ട് എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് തീരുമാനിക്കുക, ഉറച്ചു നിൽക്കുക, അതിന് വേണ്ട ആക്ഷൻ എടുക്കുക. ഓക്കെ, ഇപ്പോൾ ബന്ധത്തിൽ നിങ്ങൾക്ക് ഒരു പേഴ്സണെ വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലുള്ള വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ ഉറച്ചു നിന്ന് നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ടി വരും ചിലപ്പോൾ.
4 ഓഫ് സോർട്സ് ആൻഡ് 3 ഓഫ് കോയിൻസ് ഉണ്ട്. യെസ്, നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യാൻ പോലെ തോന്നാം അത്, പക്ഷെ കുറേയൊക്കെ നിങ്ങളുടെ നെഗറ്റീവ് തിങ്കിങ് ആണ്. ഓക്കെ, നിങ്ങൾ ആലോചിച്ച് ഐ തിങ്ക് നിങ്ങൾ കുറേ നെഗറ്റീവിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് തോന്നാം ഇത് ഒന്നും വേണ്ട എന്ന രീതിക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷെ ഇവിടെ നിങ്ങളോട് പറയുന്നത് ഒന്നിച്ച് വർക്ക് ചെയ്ത് നിങ്ങൾക്ക് നല്ലൊരു ബന്ധങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നാണ് കാണുന്നത്. ചിലപ്പോൾ പുതിയ വ്യക്തികളായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ വരുന്നത്, അല്ലെങ്കിൽ ആക്ച്വലി ഉള്ളത് തന്നെ കുറച്ചുകൂടി ഡെവലപ്പ് ആവുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഉള്ള റിലേഷൻഷിപ്സ് കുറച്ചുകൂടി നല്ല സ്ട്രോങ് ആയിട്ട് നല്ല ഡെവലപ്പ് ആവും. അതിനുവേണ്ടി നിങ്ങൾ പക്ഷേ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് ആക്ഷൻ എടുക്കണം. ആൻഡ് ഐ തിങ്ക് തീരുമാനം നിങ്ങളുടെ ഭാഗത്താണ് എനിക്ക് കാണുന്നത്. ചോയ്സസ് എന്ന് കാണുന്നുണ്ട്. ഒന്നുമില്ലെങ്കിൽ ആരെ വേണം എന്നുള്ള ചോയ്സ് ആയിരിക്കാം. ബന്ധങ്ങളിൽ നിൽക്കണോ വേണ്ടേ പോകണോ, കാരണം ഇവിടെ ഒരു ഡെത്ത് കാർഡ് കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞു മാത്രം. ഓക്കെ, യെസ്, ബൗണ്ടറി എവിടെ വെക്കണം എന്ന് നിങ്ങൾ പഠിക്കാനുണ്ട്. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്സിൽ ചില മാറ്റങ്ങൾ വരും എന്നെടുത്തോളൂ. ഓക്കെ, നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുമ്പോൾ ഐ തിങ്ക് ബന്ധങ്ങളിൽ അതിൻ്റെ ചേഞ്ചസ് കാണും. ഓക്കെ, കുറച്ച് ചില തീരുമാനങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് വരാനുണ്ട് എന്നാണ്. ഓക്കെ, എനിവേ നെഗറ്റീവ് തിങ്കിങ് ഒരുപാട് പോവാതിരിക്കുക. ബന്ധങ്ങൾ സ്ട്രോങ് ആവുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ ചില മാറ്റത്തിൻ്റെ സമയങ്ങൾ അങ്ങനെയാണല്ലോ, കുറച്ചൊരു അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാവും. ഓക്കെ, സാരമില്ല. ഇവിടെ നമുക്ക് ഇനി അടുത്തത് മീനം മാസം ചെയ്യാം. മീനം രാശി, മാസമല്ല രാശി, മീനം രാശി. പൂരുരുട്ടാതി കാൽഭാഗം, ഉത്രട്ടാതി ആൻഡ് രേവതി. ഓക്കെ, മീനം രാശിയിൽ പൂരുരുട്ടാതി കാല്, ഉത്രട്ടാതി രേവതി. ഓക്കെ, നിങ്ങളുടെ ഇതിൽ പെട്ടതാണെങ്കിൽ നിങ്ങൾക്ക് കാണാം. ഇന്നലത്തെ ടൈം സ്റ്റാമ്പ് ഇടാൻ ഞാൻ മറന്നു. ഇത് ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും കാണുന്നവർ ടൈം സ്റ്റാമ്പ് ഒന്ന് താഴെട്ട്. എനിവേ ഞാൻ ചെയ്യാം മാക്സിമം. ഓക്കെ, പൂരുരുട്ടാതി കാല്, ഉത്രട്ടാതി രേവതി, മീനം രാശി. ഓക്കെ, നമുക്ക് നോക്കാം. നിങ്ങളുടെ ജനറൽ ആയിട്ട് ആദ്യം എടുക്കാം. ജനറൽ റീഡിംഗ്. ഡെവിൾ ഇത് നേരത്തെയും ചാടി വന്ന മാതിരി തോന്നി. എനിവേ ഡെവിൾ, ക്വീൻ ഓഫ് കപ്പ്, ഹൈ പ്രീസ്റ്റസ്, 8 of wands, 2 of cups, 7 of pentacles and death card, knight of pentacles. Okay, ഇവിടെ ഡബിൾ എനർജി. എനിക്കിവിടെ നിങ്ങളുടെ ചില നെഗറ്റീവ് തിങ്കിങ്ങിനെ കുറിച്ച് തോന്നുന്നുണ്ട്. അല്ല, അതിനേക്കാൾ കൂടുതൽ ഇവിടെ ഹൈ പ്രീസ്റ്റസും ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ലേശം ഈ ഒരു വർഷം ഐ തിങ്ക് 2025 എല്ലാവർക്കും ഒരേ കാര്യമായിരിക്കില്ല. ഓർക്കണം നിങ്ങൾ. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ തന്നെ എന്തെങ്കിലും മനസ്സിലുള്ള നെഗറ്റീവ് തോട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം, പേടികൾ അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് പുറമേ നിന്നുള്ള ഒന്നുമില്ലെങ്കിൽ കണ്ണുതട്ടൽ പോലെ അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് എനർജി അങ്ങനത്തെ കാര്യങ്ങൾ ഓക്കെ ഓൾറെഡി ചിലപ്പോൾ അത് നിങ്ങൾക്ക് ഉണ്ടാവും. ഇപ്പോൾ അത് അടുത്ത വർഷത്തിലേക്ക് മേ ബി അത് കുറച്ചുകൂടി കാണാം. ഓക്കെ, കുറച്ചുകൂടി നിൽക്കുന്നതായിട്ട് തോന്നാം. നിങ്ങളുടെ ലൈഫിനെ ബാധിക്കുന്ന ചില കാര്യങ്ങൾ എന്നെടുത്തോളൂ. ഓക്കെ, നമ്മൾ കൂടുതൽ ബ്ലാക്ക് മാജിക് ഒന്നും പറയണ്ട. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാനൊരു സാധ്യതയുണ്ട്. ഐ തിങ്ക് നിങ്ങളുടെ പക്ഷെ ഇത് ബന്ധങ്ങളെയാണ് എനിക്ക് കൂടുതലും കാണുന്നത്. നമ്മളെ റിലേഷൻഷിപ്പിൻ്റെ എല്ലായിടത്തും ഞാൻ പക്ഷെ ഇതിൽ കൂടുതലും ഫോക്കസ് എനിക്ക് നിങ്ങളുടെ ബന്ധങ്ങളെക്കുറിച്ച് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളെ തന്നെ ബാധിക്കുന്നതായിരിക്കാം. ഓക്കെ, നിങ്ങളെ ബാധിക്കുന്നുണ്ട് ചില കാര്യങ്ങൾ. ഓക്കെ, ഇത് അപ്പുറം ഇപ്പുറം രണ്ട് നെഗറ്റീവ് കാർഡാണ് വന്നിരിക്കുന്നത്. നടുവിൽ നിങ്ങളുടെ എനർജി ആയിട്ട് എടുക്കുകയാണെങ്കിൽ ക്വീൻ ഓഫ് കപ്സ് എനർജി നിങ്ങളുടെ ആണെങ്കിൽ നിങ്ങൾ വളരെയധികം കെയറിങ് സെൻസിറ്റീവ് പേഴ്സൺ ആയിരിക്കും, ഇമോഷണൽ പേഴ്സൺ ആയിരിക്കും. ഓക്കെ, മേ ബി ഇത് നിങ്ങൾ തന്നെ ഇമോഷണൽ ആവുന്ന കാര്യങ്ങളായിരിക്കാം. അതായത് നിങ്ങൾ വളരെയധികം ഇമോഷണൽ ആയിട്ടും കുറേ മേ ബി നിങ്ങൾ സ്പിരിച്വലി ഗ്രോ ചെയ്യും എന്ന് പറയാം. ഓക്കെ, ചില നെഗറ്റിവിറ്റിയിൽ നിന്ന് പുറത്ത് വന്ന് മേ ബി നിങ്ങളൊന്ന് സ്പിരിച്വലി നിങ്ങൾക്കൊരു ഗ്രോത്ത് വരുന്ന കാര്യമായിരിക്കാം. ഇവിടെ ട്രാവലിംഗ് എന്ന് കാണുന്നുണ്ട്. ട്രാവലിംഗ് ആയിരിക്കാം, കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുമെന്ന്. യെസ്, ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ ഐ തിങ്ക് നിങ്ങളുടെ ഒരു പ്രോഗ്രസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നിങ്ങൾ ഈ ഒരു നെഗറ്റിവിറ്റിയിൽ നിന്ന് പുറത്ത് വന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ അഡിക്ഷൻസോ നിങ്ങളുടെ പേടികളോ അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് വന്ന് ഈ ഇമോഷണൽ നിന്ന് ലേശം കൂടി മാറിയിട്ട് ഇത് ഇൻറ്റ്യൂഷൻ വർദ്ധിപ്പിക്കുക എന്ന രീതി പറയും. സ്പിരിച്വാലിറ്റിയുടെ കാര്യം നമ്മൾ പറയും. ഓക്കെ, അങ്ങനെയും എടുക്കാം. സോ നിങ്ങൾ മേ ബി കുറച്ചുകൂടി സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളും സ്പിരിച്വൽ കാര്യങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ യാത്രകളായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ചിലവർക്ക് നിങ്ങളെ കുറെ കൂടി സ്പിരിച്വലി ഗ്രോ ആവുമ്പോൾ അതിൻ്റെ ഒരു ചേഞ്ചസ് എന്ന രീതിക്ക് എടുക്കാം നമുക്ക്. കാരണം ഇവിടെ ഡെത്തും ഉണ്ടായിരുന്നു. സോ ട്രാൻസ്ഫോർമേഷൻ, ഓക്കെ, മാറ്റങ്ങൾ എന്ന രീതിക്ക് എടുക്കാം. മാറ്റം നമുക്ക് പലതരത്തിലാവാം. നിങ്ങളുടെ തന്നെ മാറ്റം അല്ലെങ്കിൽ ട്രാവലിംഗ് എന്ന രീതിയിൽ ഞാൻ പറഞ്ഞു, സ്ഥലം മാറ്റം അങ്ങനെയൊക്കെ ആവാം. ഓക്കെ, പക്ഷേ മേ ബി ആ മാറ്റത്തിന് നിങ്ങൾക്കൊരു പേടി ഉണ്ടാവും നിങ്ങളുടെ ഉള്ളിൽ, അതായിരിക്കാം. ഓക്കെ, ബട്ട് അതിനെ ഐ തിങ്ക് നിങ്ങൾ ഓവർകം ചെയ്ത് വരും. ഓക്കെ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വർദ്ധിക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, നെഗറ്റിവിറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഓക്കെ അതിൽ നിന്നൊക്കെ നിങ്ങൾ പുറത്ത് വരും എന്ന് പറയാം. അടുത്ത വർഷം ഐ തിങ്ക് നിങ്ങൾ കുറേ
നിങ്ങളുടെ ഈ ഒരു ഇമോഷന്ന് മാറിയിട്ട് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടൊരു ക്യാരക്ടറായിട്ട് മാറുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കുറേ കൂടി നിങ്ങൾ സ്പിരിച്വൽ ആവുന്നതായിരിക്കാം. ഓക്കെ, ഇവിടെ നിങ്ങളുടെ ലൈഫിൽ തന്നെ മൂവ്മെന്റ്സ് എന്ന രീതിക്ക് എടുക്കാം, ലൈഫിൽ മാറ്റങ്ങൾ എന്ന് പറയാം, ഡെത്തും ഉണ്ട്, ഇതുണ്ട്. സോ ട്രാവലിംഗ് കുറച്ച് പേർക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ, നിങ്ങളുടെ ലൈഫിൻ്റെ തന്നെ ചേഞ്ച് എന്ന രീതിക്ക് എനിക്ക് തോന്നുന്നുള്ളൂ. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങൾ പാർട്ട്ണർഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളുടെ മേ ബി പാർട്ട്ണർഷിപ്പിൻ്റെ കാര്യത്തിൽ കുറച്ചൊരു സ്ലോ ഗ്രോത്ത് ആയിരിക്കും. ഐ തിങ്ക് നിങ്ങളുടെ വലിയ കാര്യമായിട്ടുള്ള ഒരു മാറ്റങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ സാധിക്കില്ല. ഓക്കെ, നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു ഗ്രോത്ത് ചിലപ്പോൾ കാണില്ല ഇവിടെ. കാരണം ഇതിവിടെ ഐ തിങ്ക് നിങ്ങളുടെ ഒരു സ്പിരിച്വൽ ജേർണി എന്ന രീതിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഓക്കെ ഒരു മാറ്റം വരുന്ന സമയമാണ് അടുത്ത വർഷം. ഓക്കെ, അപ്പോൾ അത് കുറച്ച് മെല്ലെ ആയിരിക്കും, ആ ഗ്രോത്ത് മെല്ലെ ആയിരിക്കും. ഇതിപ്പോൾ എന്ത് തന്നെ രീതിയിൽ നമ്മൾ എടുക്കുകയാണെങ്കിലും ശരി, നിങ്ങൾക്ക് വളരെയധികം നോളജൊക്കെ ഉള്ളൊരു വ്യക്തിയാണ്. ഓക്കെ, പക്ഷെ അതെല്ലാം ഐ തിങ്ക് നിങ്ങൾക്കൊരു മാനിഫെസ്റ്റ് ആയിട്ട് വരാൻ, എന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിലേക്ക് അതൊരു ബെനിഫിറ്റ് ആയിട്ട് വരാൻ കുറച്ച് സമയം എടുക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഗ്രോത്ത് കാണാൻ കുറച്ച് സമയം എടുക്കും. ഓക്കെ, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഫ്രണ്ട്സ് ഉണ്ടാവും എന്ന് പറയാം. ഓക്കെ, മേ ബി നിങ്ങളിങ്ങനെ ഒരുപാട് വിഷമിച്ചിരിക്കുക, അല്ലെങ്കിൽ നിങ്ങളൊരു ഡൗൺ ഫേസ് ഒക്കെ നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും എന്ന് പറയാം. ഫ്രണ്ട്സോ പാർട്ട്ണറോ ആരോ ആയിക്കോട്ടെ. ഓക്കെ, വീട്ടിലെ ഫാമിലി ആയാലും ശരി, ആരായാലും ശരി, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടാവും. നിങ്ങളുടെ അടുത്ത വർഷം ഐ തിങ്ക് നിങ്ങളുടെ പേടികളെ ഓവർകം ചെയ്യുന്ന ഒരു വർഷമായിട്ട് ഐ തിങ്ക് കണക്കാക്കാം ഒരുവിധം. ഓക്കെ, നിങ്ങളെ തടയുന്നത് ഇപ്പോൾ പുറമേ ഉള്ള കാര്യങ്ങളാണെങ്കിൽ അതിൽ നിന്നും നിങ്ങൾ പുറത്തു വരാൻ സാധിക്കും. അതിന് നിങ്ങൾ പ്രാർത്ഥന അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്ന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് പുറത്തു വരാൻ സാധിക്കും. അതിനൊക്കെ അതൊക്കെ എൻഡായി പോകും നിങ്ങളുടെ ലൈഫിൽ നിന്നെന്ന് പറയാം. ഓക്കെ, നിങ്ങളെ ബാധിക്കുന്ന ചില കാര്യങ്ങൾ, ഇപ്പോൾ പുറത്ത് നമ്മളൊക്കെ പറഞ്ഞ കണ്ണ് തട്ടില്ല, അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളെ ഒരുപാട് ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പുറത്തു വരാൻ ഐ തിങ്ക് പ്രാർത്ഥനയും കാര്യങ്ങളും നിങ്ങൾക്ക് കൂട്ടിക്കഴിഞ്ഞാൽ പുറത്തു വരാൻ സാധിക്കും. എൻഡായി പോകുന്നത് രീതിയിൽ പറയാം. നമുക്ക് ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് എൻഡായി പോകുന്നു എന്ന് പറയാം. അതിപ്പോൾ ഈ പറഞ്ഞ പോലെ നെഗറ്റിവിറ്റി കാര്യങ്ങളായിരിക്കാം. ഓക്കെ, ആൻഡ് നിങ്ങൾ തന്നെ ഒന്ന് മാറി വരും. പക്ഷേ ഐ തിങ്ക് കുറച്ച് നിങ്ങൾക്ക് തോന്നാൻ പറ്റും ലൈഫിൽ വലിയ കാര്യത്തിലൊന്നും നടക്കുന്നില്ല എന്നൊക്കെ തോന്നാം. ഇപ്പോൾ ജോലിയുടെ അങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോഴും നിങ്ങൾ എന്തെങ്കിലും പാർട്ട്ണർഷിപ്പിലൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഐ തിങ്ക് നിങ്ങളുടെ ഒരു ഗ്രോത്ത് ലേശം സ്ലോ ആയിരിക്കും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, ഇവിടെ മെയിനായിട്ട് ഈ കാർഡ് എനിക്ക് ഇത് രണ്ടും ആക്ച്വലി എനിക്ക് വളരെ പ്രോമിനൻ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. ബിക്കോസ് ഇത് രണ്ടും നമുക്ക് ഒരുവിധം സെയിമും പറയാം, ഓപ്പോസിറ്റും പറയാം. രണ്ടും നെഗറ്റീവ് കാർഡ്സ് ആയിട്ട് നമ്മൾ എടുക്കാറുണ്ട്. പക്ഷെ രണ്ടിനും വേറെ മീനിങ്ങും ഉണ്ട്. ഇതിൽ കുറച്ച് സ്പിരിച്വൽ മീനിങ് കൂടി ഉണ്ട്. ഇത് വളരെ നെഗറ്റീവ് എനർജിയാണ്. സോ ഇത് ഒരു പോസിറ്റീവ് എനർജിയും ഉണ്ട്. സോ എവിടെയോ നിങ്ങളുടെ ഒരു ലൈഫിൽ നിങ്ങൾ ആ സ്പിരിച്വൽ കാര്യങ്ങളിലേക്കൊക്കെ കടക്കുമ്പോൾ നിങ്ങൾ മെച്യൂർഡ് ആവുകയാണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം വരികയാണ്. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഐ തിങ്ക് നിങ്ങൾ ആ ഒരു സ്പിരിച്വൽ ഗ്രോത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങളുടെ ലൈഫിനെ ജസ്റ്റ് ഒന്ന് സ്മൂത്ത് ആക്കുന്നതിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക തൽക്കാലം. ഓക്കെ, അത് കഴിയുമ്പോൾ ഐ തിങ്ക് ഓക്കെ ഞാൻ കുറച്ച് കാർഡ്സ് കൂടി സാധനം എടുക്കാം. അപ്പം എല്ലാത്തിലും എടുത്തിരുന്നു. ഓക്കെ, സോ ലെറ്റ്സ് സീ. 9 of Wands, Knight of Pentacles നേരത്തെ ബോട്ടം ഉണ്ടായിരുന്നു, ആൻഡ് Queen of Pentacles. ഓക്കെ, വെരി ഗുഡ്. യെസ്, എന്താ ഞാൻ പറയാൻ വന്ന കാര്യമായിരുന്നു അത്. ശരിക്കും ഞാൻ പറയാൻ വന്ന കാര്യമായിരുന്നു. നിങ്ങളുടെ മൈൻഡിൻ്റെ ബ്ലോക്കേജസ്, ഓക്കെ, നിങ്ങളുടെ മൈൻഡിലെ പേടികൾ, ഓക്കെ, നിങ്ങളെ തടസ്സപ്പെടുത്തുന്നു എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുന്ന കാര്യങ്ങൾ, അതിൽ നിന്ന് നിങ്ങൾ മാറി വരും. ഓക്കെ, ആൻഡ് ഇവിടെ ഇത് എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യമായിരുന്നു. നിങ്ങളുടെ ഒരു ഗ്രോത്ത് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ഈ പ്രാക്ടിക്കൽ ഒരുപാട് ഇമോഷണൽ പേഴ്സണിൽ നിന്ന് ഐ തിങ്ക് ഈ ഒരു വർഷം നിങ്ങൾ മാറിയിട്ട് കുറെ കൂടി പ്രാക്ടിക്കൽ ആവുന്ന ഒരു തരത്തിലാണ്. ലേഡീസ് ആവണമെന്നില്ല കേട്ടോ, ജെൻസ് ആയാലും. ഓക്കെ, കിങ് ഓഫ് കപ്സും കിങ് ഓഫ് സോഡ്സും ആയിട്ട് എടുക്കും. അപ്പോൾ നിങ്ങൾ അതായത് വളരെയധികം ഇമോഷണൽ ആയിട്ടിരുന്ന ഒരു വ്യക്തിയിൽ നിന്ന് കുറേ മാറ്റങ്ങൾ നിങ്ങൾക്ക് വരുന്ന ഒരു വർഷമായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ഇതുവരെ നിങ്ങൾ ആ ഒരു സ്പിരിച്വൽ ഗ്രോത്തിലേക്ക് വന്നിട്ടില്ലെങ്കിൽ ഐ തിങ്ക് അത് വരും. ബൗണ്ടറീസ് വെക്കാൻ പഠിക്കും. നിങ്ങൾ എവിടെയാണ്, നിങ്ങൾ ആരുടെ അടുത്താണ് എത്രത്തോളം അടുക്കണം, എവിടെ നിങ്ങൾ ബൗണ്ടറി വെക്കണം എന്നൊക്കെ നിങ്ങൾ പഠിക്കും. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് ഇവിടെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി അതിന് ശേഷം വരികയും ചെയ്യും. ഓക്കെ, ബട്ട് ഇതെല്ലാം പ്രോസസ്സാണ്, സ്റ്റെപ്സ് ആണ്, നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് മാറ്റങ്ങളും വരും. ഓക്കെ, ഇത് നിങ്ങളുടെ ഒരു കരിയർ ഗ്രോത്ത് എന്ന രീതിയിൽ പറയാം, ഫൈനാൻഷ്യൽ ഗ്രോത്ത് എന്ന് പറയാം, ലൈഫിൻ്റെ സ്റ്റെബിലിറ്റി മൊത്തത്തിൽ അങ്ങനെ എടുത്തോളൂ. ഓക്കെ, ബട്ട് ലേശം ഞാൻ പറഞ്ഞ പോലെ ഒരല്പം സ്ലോ ആയിരിക്കും. ഓക്കെ, ഈവൻ ഈ നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസും സ്ലോ എനർജിയാണ്. ഓക്കെ, മെല്ലെ നടക്കുള്ളൂ എന്നാണ് പറയുക. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ലേശം സ്ലോ ആയിരിക്കും. ഐ തിങ്ക് അടുത്ത വർഷം നിങ്ങൾക്കൊരു, ഞാൻ പറയുകയാണെങ്കിൽ റിലാക്സ്ഡ് ആയിട്ട് എടുക്കാം. ഓക്കെ, പോകുന്ന പോലെ പോട്ടെ എന്ന് വെക്കാം. ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട, എൻ്റെ ലൈഫിലൊന്നും നടക്കുന്നില്ല, മാറുന്നില്ല എന്നൊന്നും ചിന്തിക്കേണ്ട. അതൊക്കെ ഇന്റേണലി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, പല കാര്യങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നു, നിങ്ങൾ കാണുന്നില്ല എന്ന് മാത്രം. ഓക്കെ, സോ അല്പം റിലാക്സ്ഡ് ആയിട്ട് നിങ്ങളുടെ ഒരു ഇതിലേക്ക് എന്താ പറയുക, നിങ്ങളുടെ ഇൻറ്റ്യൂഷനൊക്കെ വർദ്ധിപ്പിക്കാനും സ്പിരിച്വൽ ആവാനും ഒക്കെ ശ്രമിക്കാം. ഓക്കെ, ഇത് നമ്മൾ പറഞ്ഞു വന്നത് മീനം രാശി. മീനത്തിൽ പുരുരുട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി. ഓക്കെ, നിങ്ങളുടെ ബന്ധങ്ങളുടെ കാര്യം കൂടി നോക്കാം.
റിലേഷൻഷിപ്സിൽ നിങ്ങൾക്ക് എന്തായിരിക്കും നോക്കാം. നിങ്ങൾ ഹസ്ബൻഡ് വൈഫ് അല്ലെങ്കിൽ വീട്ടിലെ ഫാമിലിയുമായിട്ട് അല്ലെങ്കിൽ വേറെ പാർട്ട്ണർ ഉണ്ടെങ്കിൽ അങ്ങനെ. ഓക്കെ, ആ റിലേഷൻഷിപ്സിൽ എന്തായിരിക്കും 2025 എന്നുകൂടി നോക്കാം. വാവ്, എംപ്രസ്, ഹൈ പ്രീസ്റ്റസ് എനിക്ക് എടുക്കാതിരിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഓക്കെ, സോറി. ഞാൻ കാർഡ്സ് കുറച്ച് റിപ്പീറ്റ് വന്നു, അപ്പോൾ ഞാനത് എടുക്കണോ അതോ അങ്ങനെ ആലോചിച്ചാണ്. ഇത് ഷഫ്ലിങ്ങിൻ്റെ ആണോ തെറ്റാണോ എന്ന് ഞാൻ ആലോചിച്ചാണ്. പക്ഷെ അല്ല, എനിക്ക് ഒരിക്കലും അല്ല. ബിക്കോസ് സെയിം മെസ്സേജസ് ആണ് നമ്മൾ ഇതിലെടുത്ത ആദ്യം ഗൈഡൻസിനെടുത്ത ജനറൽ റീഡിംഗ് എടുത്ത അതേ കാർഡ്സാണ് ഇതിലും വന്നത്. സെയിം കാർഡ്സ്. എനിക്ക് ഐ തിങ്ക് ജനറൽ റീഡിങ്ങിൽ പറഞ്ഞ കാര്യം തന്നെ ഞാൻ ഇവിടെയും പറയണം. അത്രയേ ഉള്ളൂ, ഇവിടെ വലിയ വ്യത്യാസമൊന്നുമില്ല. നിങ്ങളുടെ ലൈഫിൽ ഓക്കെ ഒരു ഗ്രോത്ത് വരുന്നുണ്ട്. ഓക്കെ, അത് സ്പിരിച്വൽ ഗ്രോത്ത് ആണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ കുറെ കൂടി പ്രാക്ടിക്കൽ ആവുന്നതാണ് എനിക്ക് കാണുന്നത്. അതായത് പ്രാക്ടിക്കൽ, നിങ്ങൾ വളരെ ഇമോഷണൽ പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾ കുറെ കൂടി പ്രാക്ടിക്കൽ ആവാൻ തുടങ്ങും. അഗെയിൻ ഞാൻ പറയുന്നുണ്ട്, ക്വീൻ ആവണമെന്നില്ല, കിങ് ആയിട്ട് എടുക്കൂ, കിങ് ഓഫ് കപ്സ്, കിങ് ഓഫ് സോഡ്സ് എന്ന് എടുക്കൂ. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്സിൽ, ബന്ധങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ഇതുവരെ വളരെ ഇമോഷണൽ ആൾക്കാരായിരുന്നുണ്ടാവും. അതായത് പേഴ്സൺ വിളിച്ചില്ലെങ്കിൽ സങ്കടം, അവർ വന്നിട്ട് നിങ്ങളെ അങ്ങനെ പല കാര്യത്തിലും, ഈവൻ വീട്ടിൽ ഫാമിലിയിലായാലും ലൈക്ക് ഹസ്ബൻഡിൻ്റെ ഭാഗത്തു നിന്നായാലും ഫാമിലിയിൽ നിന്നായാലും എല്ലാം നിങ്ങൾ ഐ തിങ്ക് വളരെയധികം എല്ലാം അങ്ങോട്ട് ഗിവിങ് ആയിരിക്കും. ഓക്കെ, ബട്ട് ഇപ്പോൾ നിങ്ങൾ ഐ തിങ്ക് ഒരു മാറ്റം നിങ്ങൾക്ക് വരുന്നുണ്ട്, ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. ആൻഡ് ഇവിടെ ഒരു സ്പിരിച്വൽ കാര്യം കൂടിയാണ്, ഹൈ പ്രീസ്റ്റസ് ആണ്, സ്പിരിച്വൽ ഗ്രോത്തിൻ്റെ കാര്യം കൂടിയാണ്. നിങ്ങൾ കുറെ കൂടി ഇൻറ്റ്യൂട്ടീവ് ആവും, നിങ്ങൾ കുറെ കൂടി ഒരു പവർഫുൾ ഒരു ലെവലിലേക്ക് നിങ്ങൾ വരാൻ പോവുകയാണ്. ആൻഡ് നിങ്ങളുടെ ഒരു ചേഞ്ചാണ്, ഞാൻ നേരത്തെ ഇത് തന്നെ പറഞ്ഞു. ഓക്കെ, നിങ്ങളുടെ ഒരു ചേഞ്ചാണ് ഇവിടെ കാണുന്നത് എനിക്ക്. ആൻഡ് അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി നല്ല ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിലേക്ക് വരും, സ്റ്റേബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ വരും എന്നാണ് എനിക്ക് കാണുന്നത്. ഈ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എഫേർട്ട് ഇടാൻ തയ്യാറായ വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ വരും. ഓക്കെ, അതിപ്പോൾ ഓൾറെഡി ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവർ കുറച്ചുകൂടി എഫേർട്ട് ഇടുമെന്ന് പറയാം. ഓക്കെ, അവർ നിങ്ങളുടെ ബന്ധത്തിനെ വളരെ സ്ട്രോങ് ആക്കാൻ അവരും എഫേർട്ട് ഇടും. ഓക്കെ, നിങ്ങൾ മാത്രമല്ല. ഓക്കെ, ഇതെപ്പോഴും ഐ തിങ്ക് നിങ്ങൾ അങ്ങോട്ട് ഗിവിങ് മാത്രമായിരുന്നു. ആ മാറ്റമാണ് ഇവിടെ എനിക്ക് പറയുന്നത്. ഓക്കെ, ബട്ട് ഇവിടെ നിങ്ങൾ സ്ട്രോങ് ആവുക എന്ന് പറയുമ്പോൾ, ഒരു സ്ട്രോങ് എന്ന് പറയുന്നത് നിങ്ങൾ വളരെ എന്താ പറയുക, ദേഷ്യം വെട്ടുകുത്ത അങ്ങനെയല്ല. ഓക്കെ, ഇതൊരു ഇൻറ്റ്യൂട്ടീവ് പവറിൻ്റെ പറയും. നമ്മളൊരു ശരിക്കും ഈ ഒരു സ്പിരിച്വൽ ഗ്രോത്ത് ഒക്കെ വരുമ്പോൾ നിങ്ങളെ കാണുമ്പോൾ തന്നെ ഒരു അട്രാക്ഷനും നിങ്ങളെ ഒരു ഓറ ഉണ്ടാവും. ഓക്കെ, ആ രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് ലെവൽ, ഓക്കെ, ആ കോൺഫിഡൻസ് കൂടുമ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന വ്യക്തികൾ, ഓക്കെ, അവർ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരാനുള്ള വ്യക്തികൾ തന്നെ വരും. അല്ലെങ്കിൽ കമ്മിറ്റഡ് ആയ ആൾക്കാർ നിങ്ങളുടെ ലൈഫിലുള്ളവരാണെങ്കിലും അവർ റിയലൈസ് ചെയ്യും, ഇവിടെ ഞാൻ ഇനി എഫർട്ട് ഇടാതെ പറ്റില്ല എന്ന രീതിക്ക് അവർ റിയലൈസ് ചെയ്യും. ഓക്കെ, ബന്ധങ്ങൾ കുറച്ചുകൂടി സ്ട്രോങ് ആവും എന്ന് തന്നെയാണ്. ഓക്കെ, 4 ഓഫ് സോഡ്സ് ഉണ്ട്, എംപ്രസ്. ഓക്കെ, 4 ഓഫ് സോഡ്സ് പറയുന്നത് ഐ തിങ്ക് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ എഫർട്ട് ഇടൽ നിർത്തും. നിങ്ങളുടെ ഓൾറെഡി ഉള്ള ബന്ധങ്ങളാണെങ്കിൽ നിങ്ങൾ അവിടെ എഫർട്ട് ഇടൽ നിർത്തും. ഓക്കെ, മറ്റേ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് കിട്ടിയാൽ മാത്രമേ ഐ തിങ്ക് നിങ്ങൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ, അതൊരു ഗ്രോത്ത് നിങ്ങളിൽ കാണുന്നുണ്ട്. ആൻഡ് ഇവിടെ എംപ്രസ് ലെവലിലാണ് നിങ്ങൾ നിൽക്കുന്നത്. എംപ്രസ്, ഹൈ പ്രീസ്റ്റസ് എല്ലാം ലൈക്ക് ഇറ്റ്സ് ലൈക്ക് വളരെ സ്ട്രോങ് പവർഫുൾ ക്യാരക്ടേഴ്സാണ്. ഓക്കെ, സോ ആ രീതിക്ക് നിങ്ങൾക്ക് ചിലവർക്ക് ഈവൻ മാരേജ് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കമ്മിറ്റ്മെൻറ്റ് കിട്ടി നിങ്ങൾ ചിലപ്പോൾ ഒരു മാരേജ് വരെ പോസിബിൾ ആണ്. ചിലർക്ക് പ്രഗ്നൻസി കുട്ടികൾ അങ്ങനത്തെ പോസിബിൾ ആണ്. ഓക്കെ, റിലേഷൻഷിപ്പിൻ്റെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് നിങ്ങൾ കടക്കുമെന്ന് പറയാം. ബട്ട് അത് നിങ്ങളുടെ മാറ്റത്തിലാണ് തുടക്കം. ഓക്കെ, നിങ്ങളുടെ മാറ്റമാണ് ഇവിടെ മെയിൻ. ഓക്കെ, നിങ്ങളുടെ ചേഞ്ചാണ് ഇവിടെ മെയിൻ കാര്യം. ഓക്കെ, സോ റിലേഷൻഷിപ്സിൽ നല്ല കാര്യമാണ് കാണുന്നത്. ബട്ട് ആ നിങ്ങളിലുള്ള ഗ്രോത്ത് ഞാൻ പറഞ്ഞു, അതിപ്പോൾ സ്ലോ ആണെങ്കിലും നിങ്ങൾ വിട്ട് കളഞ്ഞേക്കാം. ഓക്കെ, സ്ലോ ആണെങ്കിലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, എല്ലാം നല്ലത് നടക്കും. ഓക്കെ, ആൻഡ് ഇവിടെ നെക്സ്റ്റ് വൺ മേടം മാസത്തിലേക്ക് നമുക്ക് കിടക്കാം. മേടം, അശ്വതി, ഭരണി, കാർത്തിക ആദ്യത്തെ കാൽഭാഗം. ഓക്കെ, മേടം രാശിയിൽ അശ്വതി, ഭരണി, കാർത്തിക ആദ്യത്തെ കാല്. ഓക്കെ, നിങ്ങളുടെ 2025 നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാവും നോക്കാം. ഇനി നാളെയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഇത് തീരും. ഓക്കെ, ഈ ഒരു ഇതിങ്ങനെ പറഞ്ഞ് ഒരു ഫുൾ ഇയറിൻ്റെ പറയുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയെങ്കിലും പറയാതെ പറ്റില്ലല്ലോ, വെറുതെ 2 കാർഡ് എടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, ലെറ്റ്സ് സീ. മേടം രാശിക്കാർക്ക് അശ്വതി, ഭരണി, കാർത്തിക ആദ്യത്തെ കാല്. ഓക്കെ, ലെറ്റ്സ് സീ നിങ്ങളുടെ ഗൈഡൻസ് എന്താ. വിക്ടറി ആദ്യം തന്നെ, വെരി നൈസ്. 6 ഓഫ് വാൻഡ്സ്, 8 ഓഫ് സോഡ്സ്, 2 ഓഫ് സോഡ്സ്, 8 of cups, Hierophant,
6 ഓഫ് സോഡ്സ്. വാവ്. ഇതിൽ മെയിൻലി വാവ് എനിക്ക് പറയാതിരിക്കാൻ, നിങ്ങൾ ആരെങ്കിലുമൊക്കെ പുറത്തു പോകാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കും കേട്ടോ, എന്തായാലും. ഓക്കെ, ഈ വർഷം ഈ പ്രത്യേകിച്ച് മാഡം ഐ തിങ്ക് നിങ്ങൾക്ക് എന്തായാലും അത് കാണുന്നുണ്ട് എനിക്ക്. ഓക്കെ, നിങ്ങളുടെ കാര്യത്തിൽ ഒരു യാത്ര മാറ്റം ഡെഫിനറ്റ്ലി ഉണ്ട് ഇവിടെ. നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, ഓക്കെ, പഠിക്കാനോ അങ്ങനത്തെ കാര്യങ്ങൾക്കാണെങ്കിൽ എന്തായാലും ഉണ്ട്. പഠിക്കാനായാലും ജോലിക്കായാലും മാരേജ് കഴിഞ്ഞിട്ടായാലും നിങ്ങൾ അബ്രോഡ് പോകാനുള്ള സാധ്യത വളരെ ഹൈ ആണ്, വളരെ വളരെ ഹൈ ആണ്. എനിക്കിവിടെ 1 2 3 കാർഡ്സാണ് പറയുന്നത്. ഓക്കെ, സോ ഒന്ന് സക്സസ് വരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് ഈ 2025. ഓക്കെ, നിങ്ങൾക്ക് കുറേ സക്സസ് വരും. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങൾ ചിലത് വിട്ടുമാറി പോകുന്നത് കാണുന്നുണ്ട്. സ്ഥലം മാറി പോകലായിരിക്കാം, ചിലത് നമ്മൾ പിന്നിൽ വീഴ്ച പോകുന്നതായിരിക്കാം, എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പിന്നിൽ വിട്ട് കളയുന്നത്. അതെന്ത് കാര്യങ്ങളും ആവാം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ജോലി മാറ്റം അല്ലെങ്കിൽ സ്ഥലം മാറ്റം, വീട് വിട്ട് വേറെ സ്ഥലത്തേക്ക് പോവുക, ലൈക്ക് പിന്നെ എന്തെങ്കിലും ചിലപ്പോൾ നമുക്ക് നല്ലതല്ലാത്ത എന്തെങ്കിലുമൊക്കെ പിന്നിൽ ഉപേക്ഷിച്ച് പോവുക, അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇത് വളരെ നല്ലതാണ്. ഓക്കെ, വളരെ 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 നല്ലതാണ്. ഓക്കെ, ആ ഒരു നിങ്ങൾക്കത് ചിലപ്പോൾ വിഷമം ഉണ്ടാക്കിയേക്കാം. ഓക്കെ, അത് വേണോ വേണ്ടേന്ന് ചിലപ്പോൾ ആ തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് കുറച്ച് ഒരു കൺഫ്യൂഷൻ തോന്നും. പക്ഷെ നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുമ്പിൽ വരും, തീർച്ചയായിട്ടും വരും. നിങ്ങൾ സക്സസ്സിലേക്ക് നിങ്ങൾ എത്തും എന്ന് തന്നെയാണ്. ആൻഡ് ഇവിടെ ഹൈറഫൻറ്റ്, യെസ്, നിങ്ങൾക്ക് ബ്ലെസ്സിങ് ഉണ്ട് യൂണിവേഴ്സിൻ്റെ, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് നിങ്ങൾക്ക് അപ്രൂവൽ അങ്ങനത്തെ കാര്യങ്ങൾ കിട്ടും. ഓക്കെ, അതായത് എന്തെങ്കിലുമൊക്കെ വിസ, അതാണ് ഞാൻ വിസഡിങ്, ഓക്കെ, മേ ബി വിസ വെയിറ്റിംഗ് ആണെങ്കിൽ അത്, അല്ലെങ്കിൽ എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ നിങ്ങൾക്ക് സക്സസ്, അങ്ങനത്തെ കാര്യങ്ങൾ. ചിലവർക്ക് റിലീജിയസ്, ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഗൈഡ് ചെയ്യാനുണ്ടാവും, ഗൈഡൻസ് ആയിട്ട് നിങ്ങൾ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ അറിവുള്ള വ്യക്തികൾ. ഓക്കെ, റിലീജിയസ് ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് വീട്ടിലോ ഫാമിലിയിലോ അറിവുള്ള ആൾക്കാർ, അങ്ങനത്തെ രീതിയിൽ. ഓക്കെ, വളരെ ലൈക്ക് പോസിറ്റീവായിട്ട് നിങ്ങളെ ഹെൽപ്ഫുള്ളായിട്ട് ആരെങ്കിലുമൊക്കെ നിങ്ങളെ ഗൈഡ് ചെയ്ത് തരും തീർച്ചയായിട്ടും. ആൻഡ് എല്ലാം ഫൈനലി, ആക്ച്വലി ഇവിടെ എനിക്ക് അധികം പറയാനേ ഇല്ല. ഈ ഇതിൽ നിങ്ങളുടെ നെക്സ്റ്റ് ഇയർ വളരെ വളരെ സക്സസ്ഫുൾ ഇയർ ആയിരിക്കും. ഓക്കെ, ഈ ഒരു കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ, നിങ്ങൾ വിട്ടു പോകണോ, മാറിപ്പോകണോ, വേറെ പുതിയത് എടുക്കണോ, ചിലത് പിന്നിൽ ഉപേക്ഷിക്കണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ മാത്രം. ഓക്കെ, അതാണ് നിങ്ങളെ തടസ്സം. നിങ്ങൾ ആ തടസ്സം വരാതെ നിങ്ങൾ ശ്രദ്ധിക്കുക. ആക്ച്വലി അതിന് നിങ്ങൾ അഡ്വൈസ് എടുക്കുക. യെസ്, ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ മൈൻഡ് കൺഫ്യൂസ്ഡ് ആയി പോകുന്നുണ്ടെങ്കിൽ അഡ്വൈസ് എടുക്കാം, ജാതകപ്രകാരം നോക്കിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിൽ നോക്കിക്കുക, ആരോടെങ്കിലും സംസാരിക്കുക, അറിവുള്ള വ്യക്തികളോട് സംസാരിക്കാം. ഓക്കെ, കാരണം ഇവിടെ നിങ്ങൾക്ക് വളരെ ഒരു പോസിറ്റീവ് മൂവ്മെൻറ്റ്, എനിക്ക് ലൈക്ക് വളരെ ഒരു സന്തോഷം തോന്നുന്നു. കാരണം കുറേ എല്ലാത്തിലും കുറേ നെഗറ്റീവും അതൊക്കെ പറയുമ്പോൾ ഇതിലെനിക്ക് പോസിറ്റീവായിട്ട് കാണുമ്പോൾ എനിക്ക് നല്ല സന്തോഷമുണ്ട്. ആൻഡ് ഇവിടെ ക്വീൻ ഓഫ് ഫോൺസ് ആൻഡ് ക്വീൻ ഓഫ് പെന്റക്കിൾസ്, ജസ്റ്റിസ്. വാവ് വാവ് awesome. ഓക്കെ, ശരി, കൂടുതൽ എടുക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ഒന്നുകൂടി ഷഫിൾ ചെയ്തെടുത്തേക്കാം ഒന്ന്. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് ന്യായമായത് എന്നാണ് കാണുന്നത്. നിങ്ങൾ ന്യായം, ഓക്കെ, ന്യായമുണ്ട്, ആഗ്രഹമുണ്ട്. നിങ്ങളുടെ എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഫുൾഫിൽ ആവും. ഓക്കെ, ഐ തിങ്ക് ഈ ഒരു വർഷം നിങ്ങൾക്ക് ശരിക്കും നല്ലൊരു മാറ്റം നിങ്ങളുടെ ഫീൽ ചെയ്യും. മനസ്സ് പക്ഷേ നിങ്ങൾ അവനവനെ ബ്ലോക്ക് ചെയ്യാതിരിക്കുക. ഓക്കെ, നിങ്ങൾ സ്വയം എന്താ പറയുക, പേടികളോ ലിമിറ്റിംഗ് ബിലീഫ്സ് കൊണ്ടെന്ന് പറയുക. അതായത് നിങ്ങൾക്ക് തോന്നുമ്പോൾ ഞാൻ ചെയ്താൽ ശരിയാവില്ലേ, നിങ്ങൾ പെട്ട് നിൽക്കുകയാണെന്നുള്ളത് എപ്പോഴും നിങ്ങളുടെ തോന്നലാണ്. ഓക്കെ, അതിൽ നിന്ന് പുറത്തു വരാൻ നിങ്ങൾക്ക് സാധിക്കും. ആൻഡ് ഇവിടെ യെസ്, അഡ്വൈസ് ആയിട്ട് കാണുന്നുണ്ട്. വെരി നൈസ്. 6 of Pentacles. Wow. 8 of Pentacles. Awesome, awesome. Okay, sorry. 6 of Pentacles, 9 of Pentacles and 8 of Pentacles. കരിയർ വൈസ് നിങ്ങൾക്ക് നല്ല ഗ്രോത്ത് ആണ് കാണാൻ പോകുന്നത്. നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വന്തമായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തിൽ എഫേർട്ട് നിങ്ങൾ ഇട്ടാലും ഓക്കെ, അതിൻ്റെ ഈക്വൽ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര എഫേർട്ട് ഇട്ടാലും ശരി, അതിന് നിങ്ങൾക്ക് ന്യായമായ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂണിവേഴ്സ് എന്താ പറയുക, ബ്ലെസ്സിങ്സ് ഉണ്ട്. ഓക്കെ, വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് ഉണ്ട്. മേഡം രാശിക്കാർക്ക് എനിക്ക് അങ്ങനെയാണ് കാണുന്നത്. ഓക്കെ, എനിവേ കാർഡ്സ് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് അല്ലേ. സോ 6 of Pentacles, യെസ്, ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയും. നമ്മൾ അതിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നത് നിങ്ങൾ എത്ര അങ്ങോട്ട് കൊടുക്കുമോ, നിങ്ങൾ എത്രത്തോളം എഫേർട്ട് അങ്ങോട്ട് ഇടുമോ, അതിന് ന്യായമായത് തീർച്ചയായിട്ടും യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്നിരിക്കും. നിങ്ങൾ എഫേർട്ട് ഇടാൻ തയ്യാറായാൽ മാത്രം മതി. ആൻഡ് ഇവിടെ ഇൻഡിപെൻഡൻസ് ആണ് എനിക്ക് കാണുന്നത്. അതായത് നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾക്കൊരു ഏർണിംഗ്, നിങ്ങൾക്ക് ഒരു തനിച്ച് നിൽക്കാൻ ഒരു എന്താ പറയുക, നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങളുടെ കയ്യിലുണ്ടാവും, ടെൻഷനേ വേണ്ട. ഓക്കെ, വളരെ പോസിറ്റീവാണ്. ആൻഡ് ഇവിടെ 6, 8, 9, സോ ഗ്രോത്ത് ആണ് കാണുന്നത്. സോ യെസ്, തീർച്ചയായിട്ടും നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഗ്രോത്ത് എനിക്ക് കാണുന്നുണ്ട്. അതിന് വേണ്ടി യാത്രകൾ കാണുന്നുണ്ട്, ട്രാവലിംഗ്, നിങ്ങൾ പുറത്തു പോകാനുള്ള സാധ്യത ഹൈ ചാൻസസ്. ഈ പൈലുകാർക്ക്, മേഡം രാശിക്കാർക്ക് ഹൈ ചാൻസസ് നിങ്ങൾ എവിടെയെങ്കിലും മാറിപ്പോവാനോ പുറത്തു പോകാനോ ഒക്കെ ഉള്ളത്. യെസ്, വെരി 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 പോസിറ്റീവ്. ഓക്കെ, നമുക്ക് മേഡം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യത്തെ കാല്. ഓക്കെ, നിങ്ങൾക്ക് റിലേഷൻഷിപ്സ്, ബന്ധങ്ങളെക്കുറിച്ച് കൂടി നോക്കാം ലാസ്റ്റ്. ഓക്കെ, സോറി, ഏസ് ഓഫ് കോയിൻസ് ആയിരുന്നു വന്നത്. സോ ഗുഡ് എനിവേ. ഓക്കെ,
കാർത്തിക രോഹിണി അല്ല സോറി അശ്വതി ഭരണി കാർത്തിക സോറി കട്ട് ചെയ്ത് വിടണല്ലേ. ഓക്കെ, അശ്വതി ഭരണി കാർത്തിക ആദ്യത്തെ കാല് നിങ്ങൾക്ക് ബന്ധങ്ങളുടെ കാര്യത്തിൽ, അതായത് ഇപ്പോൾ ഹസ്ബൻഡ് വൈഫ് അല്ലെങ്കിൽ വീട്ടിലെ ഫാമിലി അല്ലെങ്കിൽ റിലേഷൻഷിപ്സ് എന്ത് തന്നെയായാലും നിങ്ങൾക്ക് ബന്ധങ്ങളിൽ എങ്ങനെയായിരിക്കും നോക്കാം. ക്വീൻ ഓഫ് കപ്സ്, ചാരിയറ്റ്, ജസ്റ്റിസ്, ഓക്കെ, 7 of coins, 2 of coins, Hierophant again, very nice. Lovers card, yes, and King of Cups. Oh my god, awesome. ഓക്കെ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും കേട്ടോ. ഓക്കെ, അത് ഞാൻ പറയാം. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഏതെങ്കിലും റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് അവസാനിച്ച് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൽ നിങ്ങൾക്ക് നഷ്ടമായി, പാസ്റ്റിൽ നിങ്ങളെ വിട്ടുപോയ വ്യക്തിയായിരിക്കാം, എന്തോ ആവട്ടെ. ഓക്കെ, റിയൂണിയൻ ആണ് എനിക്കിവിടെ കാണുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്സിൽ റിയൂണിയൻ, ഈവൻ മാരേജ്, തീർച്ചയായിട്ടും. ഓക്കെ, മാരേജ് കാർഡ് ഡെഫിനറ്റ്ലി. ഓക്കെ, ഇവിടെ അത് ഹൈറോഫന്റ് ആണ്, മാരേജ് കാർഡാണ്. ഓക്കെ, നിങ്ങൾ തമ്മിൽ എന്ത് തന്നെ തടസ്സം ഉണ്ടെങ്കിലും ശരി, ഓക്കെ, ആരെന്ത് തടസ്സം ഉണ്ടാക്കിയാലും ശരി, നിങ്ങളുടെ ഭാഗത്ത് ന്യായം ഉണ്ടാവും. ഓക്കെ, നിങ്ങളുടെ ബന്ധങ്ങളിൽ തീർച്ചയായിട്ടും ഗ്രോത്ത് ഉണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു മാരേജ് പോസിബിൾ. ആക്ച്വലി ഇന്ന് ജനറൽ പറഞ്ഞതും റിലേഷൻഷിപ്സ് പറയുന്നതും രണ്ടും ഈ രാശിക്കാർക്ക് വളരെ പോസിറ്റീവാണ്. ഓക്കെ, ചാരിയറ്റ് ഉണ്ട്, മൂവ്മെൻ്റ് ആണ്, യാത്രയാണ്. ഞാൻ ഐ തിങ്ക് ജനറലിലും ഞാൻ പറഞ്ഞു, നിങ്ങൾ ചിലപ്പോൾ മാരേജ് കഴിഞ്ഞിട്ടുള്ള യാത്രയായിരിക്കാം. ഓക്കെ, അബ്രോഡ് പോകാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. ഓക്കെ, ചിലപ്പോൾ മാരേജ് ചെയ്ത് നിങ്ങൾ പോകുന്നത് അബ്രോഡിലേക്ക് ആയിരിക്കാം, പുറമേ നിന്നായിരിക്കും ബന്ധങ്ങൾ വരുന്നത്, അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള പേഴ്സൺ ആയാലും ശരി, നിങ്ങൾ അതിനുവേണ്ടി എന്തെങ്കിലും നിങ്ങൾ തമ്മിൽ മീറ്റിംഗ്, ട്രാവലിംഗ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്. ലവേഴ്സ് എനർജിയാണ്, സോ റിയൂണിയൻ ആണ്. ഡെഫിനറ്റ്ലി ഞാൻ പറഞ്ഞു പാസ്റ്റിലെ ഒരു കാര്യം, പാസ്റ്റിലെ പേഴ്സൺ തിരിച്ചു വരുന്നതായിരിക്കാം. നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നതാണ്. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒരു കമ്മിറ്റ്മെന്റ് എത്തും, മാരേജ് വരെ പോസിബിൾ ആണ്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ കമ്മിറ്റഡ് ആയിട്ടുണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധം വളരെ നല്ലതാണ്. ഇവിടെ 7 of coins and 2 of coins ഉണ്ട്. 7 of coins പറയുമ്പോൾ നമ്മൾ ലേശം സ്ലോ ആയിരിക്കും എന്ന രീതിയിൽ, ബട്ട് എനിക്ക് അതിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഇപ്പോൾ എപ്പോഴാണ് നിങ്ങളൊരു ശരിക്കും ഒന്നിച്ചൊരു മാരേജ് പോസിബിൾ എന്ന് പറഞ്ഞ് നിങ്ങൾ വെയിറ്റിംഗ് ആയിരിക്കാം. ആ വെയിറ്റിംഗ് ഐ തിങ്ക് തീരാൻ പോവുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളെ ചൂസ് ചെയ്യും. ഓക്കെ, അങ്ങനെ പറയാം. നിങ്ങളുടെ പേഴ്സൺ, ഇപ്പം നിങ്ങൾ പാസ്റ്റിലെ പേഴ്സൺ ഞാൻ പറഞ്ഞു, നിങ്ങളെ വിട്ടുപോയ ആരെങ്കിലും ആണെങ്കിൽ അവർ നിങ്ങളെ ചൂസ് ചെയ്ത് വരും. ഓക്കെ, നിങ്ങളായാലും ശരി ചോയ്സ് എടുത്ത് ഐ തിങ്ക് മാരേജിൻ്റെ ഒരു ചൂസ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വേറെ എന്തെങ്കിലും ചോയ്സ് ഉണ്ടെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാവാം, ചിലപ്പോൾ കമ്മിറ്റ്മെൻറ്റ് വേണോ വേണ്ടേ എന്നുള്ളതൊക്കെ. ബട്ട് ഐ തിങ്ക് അതെല്ലാം ക്ലിയർ ആയിട്ട് നിങ്ങൾ ഇവിടെ ന്യായം നിങ്ങളുടെ ഭാഗത്തേക്ക് വരുന്നതാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചൂസ് ചെയ്യും എന്ന് പറയാം. ബന്ധങ്ങളിൽ ഓക്കെ, യെസ്, വളരെ സ്ട്രോങ് ആയിട്ട് കമ്മിറ്റ്മെൻറ്റ് ആൻഡ് മാരേജ് എല്ലാം എനിക്ക് കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്യാനുള്ള സാധ്യതയാണ്. ഓക്കെ, ആൻഡ് ഇവിടെ റിയൂണിയൻ, യെസ്, വളരെ ഹൈ പോസിബിലിറ്റി. ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് മാറി നിന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളെ കാണാൻ വരും, നിങ്ങൾക്ക് കാണാൻ സാധ്യതയുണ്ട്. റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകും, എല്ലാം പറയാം. ഓക്കെ, ആൻഡ് ഞാൻ പറഞ്ഞ പോലെ ഇത് നിങ്ങൾ അബ്രോഡ് പോകാനുള്ള ചാൻസസ് നിങ്ങൾക്കും ഉണ്ട്. ഓക്കെ, ചിലപ്പോൾ മാരേജ് ചെയ്തിട്ട് പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അബ്രോഡ് ആയിരിക്കാം. സോ നിങ്ങൾ തമ്മിൽ മീറ്റിംഗ് അങ്ങനത്തെ ചാൻസസും ഉണ്ട്. സോ ഐ തിങ്ക് ഇന്ന് നമ്മൾ കുംഭം, മീനം, മേടം ചെയ്തു നമ്മൾ. ഓക്കെ, നാളെ ലാസ്റ്റ് ചെയ്ത് നിർത്താം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആവട്ടെ. നന്ദി, നമസ്കാരം.